ഇത് ചതയ്ക്കാനേ പാടുള്ളൂ. കണ്ടോ ഇങ്ങനെ അരികിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ നോക്കെ കണ്ടോ. എന്താ ഭംഗിയുള്ള കൺമഷിയായി അല്ലേ. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് എന്നോടൊരു കുട്ടി ചോദിക്കുകയാണ്, അമ്മേ കൺമഷി വീട്ടിലൊന്നും ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന്. അപ്പൊ ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കിയിരുന്നു. മകളുടെ കുട്ടി ചെറുതാവുമ്പോഴൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയിരുന്നു. കൺമഷി പറഞ്ഞിട്ട് കറുത്തൊരു രൂപത്തിലൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ആരും പേടിച്ചിട്ട് കുട്ടികളുടെ കണ്ണിന്റെ ഉള്ളിൽ എഴുതില്ല അല്ലെ. ഇപ്പൊ ഇവിടെയൊക്കെ ഐബ്രോ പെൻസിലൊക്കെ വാങ്ങിയിട്ട് ഐബ്രോ നമ്മളിങ്ങനെ കറുപ്പിക്കുക, കണ്ണിന് വാല് മാത്രം ഇടുക, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അല്ലെ. കരികൊണ്ട് പൊട്ടൊടിക്കുക. എന്നാ പിന്നെ പേടിക്കാതെ നമുക്ക് വീട്ടിലെങ്ങനെ കൺമഷി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളെ ഇതോ നമ്മൾ പിച്ച് ചീന്തിയതാ, കുഴപ്പമില്ല. വെറ്റിലൊക്കെ ഞാൻ പിച്ച് ചീന്തി ഇട്ടാ കേട്ടോ. ഇതില് വെറ്റിലൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ പിച്ച് ചീന്തി ഇട്ടു. പക്ഷെ സംഭവങ്ങൾ അല്ലാതെ കുറച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെറ്റില ഞാൻ ചെറുതാക്കിയതാട്ടോ. ഒന്ന് ചതയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ തുടങ്ങുകയാണെ. ഒന്ന് പിച്ച് ചീന്തി ഇട്ടു കഴുകിയിട്ടേ. ഒന്ന് വെറ്റില കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ, ഇത് നമുക്ക് കണ്ടില്ലേ നമ്മളെ പനിക്കൂർക്കടയില ഇതാട്ടോ. പക്ഷെ നമുക്ക് വേണ്ടത് ഞാൻ ഇതിലേക്ക് എടുത്തണോ. എന്നാലും സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ വിചാരിച്ച് കാണിച്ചു മാത്രം. ഒന്ന് വെറ്റില, ഒന്ന് പനിക്കൂർക്ക, പിന്നെ നമ്മളെ വീട്ടിലുള്ള തുളസി. നമ്മൾക്ക് കൺമഷി ഉണ്ടാക്കാനുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ എന്നാലും കുറച്ചധികം കൊടുന്നാണ്. പിന്നെ നമ്മളെ തുളസി, പനിക്കൂർക്ക, തുളസി. പിന്നെ ഇത് കണ്ടോ, ഇനി അറിയാത്തവര് കണ്ടോട്ടെ വെച്ചിട്ടാട്ടോ. പൂവാങ്കുറുന്നില. ഇനി കയ്യൂന്നി ഉണ്ടെങ്കിൽ അതും നല്ലതാട്ടോ. നമുക്ക് കയ്യൂന്നി പാടത്ത് കൂടെ പോവാനേ, മഴ പെയ്തിട്ട് വെള്ളത്തിന്റെ ശല്യം കാരണം കയ്യൂന്നി പറിക്കാൻ പോവാക്ക് പേടി, വീണാലോ. പിന്നെ ഈ ചെറുനാരങ്ങ, ഇതിന്റെയൊക്കെ ജ്യൂസാട്ടോ നമുക്ക് വേണ്ട നീര്. അപ്പൊ ഇനി ഞാനിത് കഴുകി പിച്ച് ചീന്തി വെച്ചു എന്ന് മാത്രം കണ്ടോ. അത്രയും സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. സംഭവങ്ങളെ തുളസി അങ്ങനെയൊക്കെ തന്നെയാണ്. അന്ന് കഴുകി അവനൊന്ന് എന്താ പറയുക കത്തിരിയൊക്കെ ആയിട്ട് നുറുക്കിയൊക്കെ വെച്ചാട്ടോ. ഇനി ഇതൊക്കെ ചതച്ചതിന്റെ ചാറ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മള് അമ്മിയിലാട്ടോ. നമുക്ക് ഒരലൊക്കെ ഉണ്ട്, അതൊക്കെ എവിടെ കിടക്കണ അറിയില്ല. നമ്മള് മിക്സിയിലൊന്നും ഇത് ചാറ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ അമ്മിയാണ് അപ്പൊ ശുദ്ധമായിട്ട് ഒന്നും അരക്കില്ല. അപ്പൊ നല്ല ശുദ്ധമായി കിടക്കണം അമ്മി. ഞാനിപ്പോ ഇന്ന് എന്തിനെങ്കിലും വീഡിയോ എടുക്കാൻ ബീട്രൂട്ട് അങ്ങനത്തെ ഒക്കെ ഇതിലാണ് ചതക്കണം കേട്ടോ. പിന്നെ ഈ ചിരട്ടക്കരി അതിനൊക്കെ ഇപ്പൊ നമുക്ക് അമ്മി സുഖമായി. അപ്പൊ ഞാൻ ഇത് അമ്മിയിൽ ചതക്കട്ടെ. ഇതിൽ വെള്ളം കൂട്ടിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഫലം കുറയും. ഇത് ചതയ്ക്കാനേ പാടുള്ളൂ. കണ്ടോ ഇങ്ങനെ കുത്തുകയാണ് ചെയ്യാ. കണ്ടോ ഇത് ചെറുതായിട്ട് ഞാൻ കഴുകിയെടുത്തതിന്റെ വെള്ളം ഇങ്ങനെ വരിക കേട്ടോ. അത് സാരല്ലേ, വെറ്റിലേക്ക് എല്ലാം കഴുകി വീട്ടിൽ കൂടെ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്താ വെച്ചാല് മണ്ണ് നല്ല മഴയിലായിരുന്നു, മണ്ണ് തെറിച്ചിട്ടുണ്ടാവുക വെച്ചിട്ടേ. അപ്പൊ നമുക്കിനി എന്താ വേണ്ടതെന്ന് അറിയോ, ഇനി വൃത്തിയുള്ളൊരു തുണിയാ വേണ്ടത്, ഒരു കോട്ടൺ തുണി. അപ്പൊ ഇതിന്റെ ചാറ് കിട്ടിയത് നമ്മള് പിഴിഞ്ഞിട്ട് ആ കോട്ടൺ തുണി ചാറിൽ മുക്കുക, ഉണക്കുക. ഈ വെള്ളം കഴിയുന്നവരത് ചാറിൽ മുക്കി ഉണക്കിയും കൊണ്ടേ ഇരിക്കണം കോട്ടൺ തുണി. വീട്ടിലേ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ ഇത് പഠിഞ്ഞത്. വീട്ടിലെ അമ്മ ചേച്ചിമാര് ഞങ്ങൾ 5-6 കുട്ടികളാ, പെൺകുട്ടികളെ. അപ്പൊ എല്ലാവരും കുട്ടികൾ പ്രസവിച്ച അമ്മ കൺമഷി ഉണ്ടാക്കും വീട്ടില്. അങ്ങനെ ഞാൻ കണ്ടു പഠിച്ചതാട്ടോ. പിന്നെ എന്റെ മോള് പ്രസവിച്ചപ്പോ ഞാൻ തന്നെ കുട്ടിക്ക് വേണ്ടി കൺമഷി ഉണ്ടാക്കി. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ വേറൊരു കുട്ടി പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ കൺമഷി ഉണ്ടാക്കണ എന്റെ ഒരുപാട് കുട്ടികൾക്ക് കേട്ടോ. അപ്പൊ ഇതൊക്കെ എല്ലാരും വീട്ടിൽ ചെയ്തോളും കുട്ടികളെ. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഇനിയിപ്പോ സാധിക്കിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തോളും. ഞാൻ അപ്പൊ മിക്സിയുടെ ജാറ് വേണ്ടല്ലോ, നല്ല വൃത്തിയിൽ അമ്മിയിരിക്കണത് കണ്ടോ. അപ്പൊ ഇതില് അമ്മ ചതച്ച് ചാറെടുക്കാണ്. അപ്പൊ ഒരുവിധമൊക്കെ ചതഞ്ഞു. കണ്ടോ വെറ്റില കണ്ടോ ചതയാതെ കിടക്കണത്. വെറ്റില കുട്ടി വെറ്റിലോളാ കണ്ടോ, നമ്മളെ വീട്ടിലുള്ള തന്നെയാണ്. കണ്ടോ കുഞ്ഞ് വെറ്റില. നേരത്തെ കാണിച്ചു വരുമ്പോ പിന്നെ ഒരു കേടുള്ളതൊക്കെ കിട്ടിയത് കണ്ടോ, പൊട്ടിപ്പൊളിച്ചത്. അത് പൊളിഞ്ഞിട്ടില്ല കണ്ടല്ലേ. അപ്പൊ നമുക്ക് വെറ്റില ഒഴിച്ചു വിടാൻ പറ്റില്ല കേട്ടോ. വെറ്റില സൂപ്പറാണേ. പിന്നെ പൂവാങ്കുറുന്നില് തുളസി ഉണ്ടെങ്കിൽ തന്നെ സൂപ്പർ അത്രേ. പക്ഷെ നമ്മൾ ഇതും കൂട്ടുന്നുണ്ട്, കയ്യോന്നി. അമ്മ കൂട്ടുകാരുണ്ട് വീട്ടില്, കഞ്ഞുണ്ണി എന്നാ പറയണ അമ്മ. ഞാൻ കാണലുണ്ട് പറിച്ചു കൊണ്ടണതേ. പക്ഷെ എനിക്കത് കിട്ടിയില്ല കേട്ടോ. പാടത്ത് കൂടെ വെള്ളാണേ കേട്ടോ. എല്ലാരും ഇങ്ങനെ ചതച്ചാ മതി കേട്ടോ. കണ്ടോ ഇനി ഇതിങ്ങനെ പിഴിഞ്ഞാ കണ്ടോ ചാറ് കിട്ടണ കണ്ടോ. നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് ചാറ് എടുക്കാം കേട്ടോ. നമുക്ക് കണ്ടോ ഇത്ര ചാറാ കിട്ടിയിട്ടുള്ളത് കേട്ടോ, ചതച്ചിട്ട്. അതുകൊണ്ട് നമ്മള് വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. എല്ലാരും കണ്ടതല്ലേ അമ്മിയിലല്ലേ. അപ്പൊ നമ്മള് ഈ ചാറ് ഇനി എനിക്ക് നമുക്ക് വേണ്ടത് കണ്ടോ, ഇങ്ങനെ ഒരു മുറി ചെറുനാരങ്ങ മതി കേട്ടോ. ഇതൊക്കെയാണ് അവിടെ അമ്മ ഉണ്ടാക്കി കണ്ടത്. ഞാനും അങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ. ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കി കണ്ടെന്ന് വെച്ചാൽ എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ കുട്ടികളെ. എന്നാ എനിക്കിനിയിപ്പോ എങ്ങനെയെന്ന് മുഴുവനും വല്ല അറിവ് കുറവും. പക്ഷെ എന്റെ അമ്മ എങ്ങനെയാണ് കേട്ടോ, കുട്ടികൾക്ക് കണ്ണിൽ എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാ കുട്ടികളും കണ്ണെഴുതിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിതില് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർത്തു കേട്ടോ.
ഇനി നമ്മൾ ഈ ചണ്ടി എന്താ ചെയ്യാന്നറിയോ? കണ്ടോ, ഇനി നമുക്ക് വേണ്ട സാധനം കേട്ടോ, പുതിയൊരു കുട്ടിക്കലം വേണം. കണ്ടോ, ഇതിൽ ഈ ചണ്ടി നമ്മളിങ്ങനെ ഉരക്കിയ കണ്ടോ, ഈ ചണ്ടിയുടെ എന്നിട്ട് നമുക്ക് കുട്ടിക്കലം വേണമെങ്കിൽ വെയിലത്ത് വെക്കാം കേട്ടോ ഉണങ്ങാൻ. ഈ ചണ്ടി കൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഉരയ്ക്കും ഈ കുട്ടിക്കലം, എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കും. ഒന്നുമല്ല, അപ്പൊ അതൊരു അത്യാവശ്യത്തിനാണ് നമുക്ക് കേട്ടോ. ഇത് ഞാൻ അടുക്കളയിൽ കത്തിക്കണ ഇതാണ്. എൻ്റെ കയ്യിൽ കരിയായി കണ്ട കുട്ടിക്കാലത്തിൽ കണ്ട കരി, പാചകം ചെയ്യണ കുട്ടികളെ കണ്ട തോന്നില്ല അല്ലെ? ഉള്ളൊക്കെ നല്ല വൃത്തിയല്ലേ, പുറത്ത് പക്ഷെ കരിയാ. അത് സാരല്ല. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈ ശീല ഇങ്ങനെ ഇതിൽ മുക്കുക. കണ്ടോ, ഈ ശീല ഇതിൽ മുക്കുക. കണ്ടോ, ഈ ശീല മുക്കുക, ഒന്നിങ്ങനെ പിഴിയുക, എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കുക. കണ്ടോ, വെയിലത്തിട്ട് ഉണക്കാൻ കാണിച്ചു തരാം. വെയിലത്ത് കൊണ്ടുവരുന്ന കാണാം. ഓ കണ്ടോ, ഈ ശീലയിലത്തെ വെള്ളം ഒന്ന് വലിയട്ടെ കേട്ടോ. അപ്പൊ ഇത് നല്ല ഉണങ്ങി തുടങ്ങിയ ഞാനിനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 4-5 പ്രാവശ്യം ആ വെള്ളം കഴിയുന്നവരത് മുക്കി ഇങ്ങനെ ഉണക്കൂട്ടോ. എന്നിട്ട് പിന്നെ ഇനി ഞാൻ കാണിച്ചു തരേണ്ട എന്താ ചെയ്യാന്നുള്ളത്. നമ്മൾ കണ്ടോ ആ പച്ച തുണി, പച്ചയില വെള്ള തുണിയൊക്കെ ആവുമ്പോ നമ്മളിങ്ങനെ മുക്കി അത് ഉണക്കിട്ടോ 3-4 പ്രാവശ്യം മുക്കി ഉണക്കി. ഇനി നമ്മള് ശുദ്ധമായ നെയ്യ് ഉരുക്കിയിട്ടാണ് ഇതിൽ പാരുന്നത്. ഇനി ഇത് നല്ലെണ്ണയിലും ഉണ്ടാക്കാം, നല്ലെണ്ണ ഉള്ളവർക്ക് നല്ലെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മളോടത്തെ നെയ്യ് ഉണ്ടാവുകൊണ്ട് ഞാൻ ശുദ്ധമായിക്കോട്ടെ കൺമഷി നമുക്ക് ഉപയോഗിക്കാലോ വിചാരിച്ചിട്ട് ഞാൻ നല്ല നെയ്യിൽ തന്നെ കേട്ടോ. അപ്പൊ ഇത് എല്ലാവർക്കും ഉപയോഗിക്കും ചെയ്യാലോ, പേടിക്കാതെ. ഇതിന് കുറെ സമയമാകും. പിന്നെ നമ്മൾ ഈ കൗത്തണ ചട്ടി കണ്ടല്ലോ, ഞാൻ പാൽക്കഞ്ഞി മാത്രമേ കേട്ടോ, അതിൽ എരിവും പുളിയൊന്നും ഉള്ള ചട്ടി എടുക്കരുത്. അങ്ങനെ ചട്ടി ഇല്ലാത്തവരെ ഓടിന്റെ കഷ്ണല്ലേ, നമ്മളെ ഈ വീട് കയറ്റുന്ന വീടിന്റെ ഒക്കെ ഓട് മേഞ്ഞ ഓടില്ലേ, അതിന്റെ മാറോടിന്റെ കഷ്ണമൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇത് നല്ല ബുദ്ധിമുട്ടാണ്, കുറേ കഴിയുമ്പോഴേ ഇത് ആവുള്ളൂ. നമുക്കിത് കത്തിച്ചിട്ട് വെക്കാട്ടോ. ഞാൻ ഇപ്പൊ 15 കൊല്ലമായിരുന്നു കൺമഷി ഉണ്ടാക്കിയിട്ട്, മോളുടെ കുട്ടി ചെറുതാവുമ്പോ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്കിത് കത്തിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം വേണം കേട്ടോ. കുട്ടിക്കലം കൗത്തി വെക്കാൻ പതുക്കെ ഇത് ആവുള്ളൂ. ഇതിങ്ങനെ കത്തി എത്ര സമയം ആവും എന്നറിയില്ല. നമുക്കിതിനി കൗത്തി വെക്കാം, എന്തെങ്കിലും ഇരിക്കുമോ, നല്ലോണം കത്തട്ടെ, എന്നിട്ട് കൗത്തി വെക്കാം. അപ്പൊ നെയ്യില് തുണി നല്ല മുങ്ങി കിടക്കണം. തിരി ഞാൻ 2 തുണിയൊക്കെ തിരിയാക്കിന്നാണ്. ഇങ്ങനെ കത്തണേനനുസരിച്ച് നീക്കി കൊടുക്കുക വിചാരിച്ചിട്ടാ. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ കുട്ടിക്കല ഇങ്ങനെ കൗത്തുക ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു അരികില് മിണ്ടാതെ കൊണ്ടയ്ക്കണം, നമ്മൾ എടുക്കൊന്നും വേണ്ട. കണ്ടോ, ഇതിന്റെ ഇങ്ങനെ കണ്ടില്ലേ, ഇതിനിങ്ങനെ കൗത്തും നമ്മള് ഇങ്ങനെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുക അറിയില്ല, അന്നൊക്കെ ഇരുന്നു. കത്തുന്നുണ്ട് കേട്ടോ, അതിന്റെ ഉള്ളിൽ കത്തുന്നുണ്ട്, കാണാല്ലേ, കാണാല്ലേ. തിരി നല്ല നനച്ച് ഇനി നമുക്ക് കൊടുക്കേണ്ടി വരും. കണ്ടോ, കത്തുന്നുണ്ട് കേട്ടോ, കെട്ടിട്ടൊന്നുമില്ല. നമ്മളിത് നിങ്ങൾ കൗത്തിയൊക്കെയാണേ, ഇങ്ങനെ അവിടെ ഇരുന്നോട്ടെ, ഇളകാതെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പുറത്ത് കൊടുന്നിട്ടെ എല്ലാവർക്കും കണ്ടോട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് കാറ്റിന് കുറേശ്ശെ ഇങ്ങനെ ഇതാവും. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിത് കരി ആയതിന്റെ ശേഷം നമുക്ക് കൺമഷി ആയതിന്റെ ശേഷം കാണിച്ചു തരാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വളക്കൊക്കെ ആകെ കറക്കും. അപ്പൊ എന്നാ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ അല്ലേ. കുട്ടികളെ എടുത്തു വിട്ടോ, കരി കണ്ടോ, ഒരു ഭാഗത്തേക്ക് നല്ല ഉണ്ടായിക്കണ്ടോ, വളക്കൊക്കെ കണ്ടോ ആയിരുന്നത്, തിരിയൊക്കെ കത്തി കഴിഞ്ഞു കണ്ടോ. ഇതാ ഇനി നമുക്കിത് കൺമഷി ആക്കാം കേട്ടോ. കണ്ടോ, അരികുന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളെ സത്യത്തിലുള്ള യഥാർത്ഥത്തിലുള്ള കൺമഷി മക്കളെ. കണ്ടോ, ചെറിയൊരു കഷ്ണം കൊണ്ട് അത് കരിയിൽ ഉരുണ്ടു കിട്ടോ. ഇവിടെ നമ്മളെ വീട് പറഞ്ഞാൽ അതൊന്നും പാറി കിട്ടോ. കാറ്റുണ്ടോ, പുറത്തിരുന്നിട്ടോ, ഒന്നുമല്ല അകത്ത് കത്തിപ്പിടിക്കുമെന്ന് പേടിച്ചിട്ടിരുന്നില്ല. വിളക്കാച്ചാലും നമ്മൾ പുറത്ത് കൊടുന്നിട്ടേ കത്തിക്കാവുള്ളൂ. കണ്ടോ, ഇനി ഇതിൽ കുറച്ചും കൂടി ഉണ്ട്, നമുക്ക് എടുക്കാം. ഇത് കൺമഷിയാക്കാൻ നമ്മൾ ശുദ്ധമായ ആവണക്കെണ്ണ കണ്ടോ, കാസ്ട്രോയില്, ഇതാണ് കേട്ടോ ഇതിൽ ഉപയോഗിക്കുക. കുട്ടികൾക്കൊക്കെ അവിടെ അമ്മ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. നമ്മൾ നെയ്യ് പറഞ്ഞിട്ട് കത്തിച്ചു, വിളക്ക് കത്തിച്ചു. ഇനി ആവണക്കെണ്ണോണ്ട് ചാലിച്ചിട്ട് കൺമഷി ഉണ്ടാക്കി. കണ്ടോ, കാണിച്ചു തരാം. ഇത് നമുക്കേ ചെറിയൊരു നല്ല ഡപ്പിയിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് അടച്ചു വെക്കണം. അപ്പൊ ഞാൻ ഈ ചിരാതിലേക്ക് എടുത്തുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഡപ്പിയിലേക്ക് എടുത്ത് വെക്കണം. കാണിച്ചു തരാം. ഇത്രയൊന്നും വേണ്ട. കണ്ടോ, ഇത് നോക്ക,
കണ്ടോ? എന്താ ഭംഗിയുള്ള കൺമഷിയായി അല്ലേ? ഇത് ഇനി നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് കൊണ്ടേക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കുക. എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം കൺമഷി ഉണ്ടാക്കണവരെ. മീന് എരിവുള്ള നമ്മളെ സാമ്പാർ അങ്ങനെ എന്നും വെക്കണം. മൺചട്ടി എടുത്ത് വെക്കരുത്. ചിക്കൻ കറി ഇങ്ങനെ എന്നും എടുക്കരുത് കേട്ടോ. ഞാനിത് പാൽക്കഞ്ഞി വെക്കാനും പാല് കാച്ചലിന് പണ്ട് വാങ്ങിയ കുട്ടിക്കല. പിന്നെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ പാൽക്കഞ്ഞി വെക്കണ കുട്ടിക്കലൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ മാറോടിന്റെ പൊട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ പരന്നല്ല വെള്ളപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മണ്ണിന്റെ അതാണ് കൗത്തി വെക്കാൻ നല്ലത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആ കൂട്ടത്തിലെ പുതിയ ആൾക്കാർ കാണുന്നവരാ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഇനി ഹെയർ കെയർ ചലഞ്ച് ചെയ്യാണ്. എല്ലാതും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.